നമ്പേഴ്സിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. Book of Numbers, hallelujah, we could read like this. മോശ ദൈവത്തോട് പരാതി പറയുന്നത് ഇപ്രകാരമാണ്. Moses was complaining to God like നീ this. എന്തിനാ എന്നെ വിളിച്ചിറക്കിയത് എന്ന്. Why did you call me out? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? What have I done to you? ഓ ഇവര് മുഖാന്തരം ഞാനിപ്പോൾ എത്രത്തോളം ഭാരപ്പെടുന്നു എന്ന്. Because of them I am in burden. ഓ നിങ്ങൾ പ്രാർത്ഥിച്ച ഇല്ലെങ്കിൽ ഉപദേശിച്ച മോശയെ പോലെ തളർന്ന ഒരു അവസ്ഥയിലാണ് ഇന്നായിരിക്കുന്നത് എങ്കിൽ. You've been praying and you were, hallelujah, burden about somebody and you are ചില സഹോദരന്മാരും ഉണ്ട് കുറച്ചൊക്കെ ദൈവത്തിന് വേണ്ടി ഓടിക്കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞിട്ട് അവരെ സഹായിച്ച് അവരിൽ നിന്ന് ഹല്ലേലൂയ ഉദ്ദേശിക്കുന്ന ഫലം വരുന്നില്ല എങ്കിൽ. There are the believers, I mean like sisters and brothers, they'll be praying and running for people, hallelujah, but if they're not receiving the result how they expected. അവരുടെ യഥാർത്ഥ സ്വഭാവം കാണണമെങ്കിൽ ഈ മോശയിലേക്ക് നോക്കിയാൽ മതി ഇവിടെ. And those brothers and sisters, their real character, look at this Moses and you can see them. അതിന്റെ 11-12 അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. And yes, Numbers chapter 11 verse 12 clearly written about. അവിടെ പറയുന്ന മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ നീ അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിക്കാൻ ഈ ജനത്തെയൊക്കെയും ഞാൻ പ്രസവം ധരിച്ചുവോ ഞാൻ അവരെ പ്രസവിച്ചുവോ എന്ന്. Have I conceived all these people? Have I brought them forth that those shouldn't say unto me, carry them in my bosom, as a nursing father carried the suckling child, unto the land which thou sweareth unto their fathers? എന്ന് വെച്ചാൽ ചിലരെയൊക്കെ നിന്റെ ഈ യാത്രയിൽ കൂടെ കൂട്ടാൻ ആരെങ്കിലും പറയുന്ന വേളയിൽ അവരുടെ സ്വഭാവത്തെ നോക്കിയിട്ട് അവൻ്റെ പുറവുറുക്കിനെ നോക്കിയിട്ട് നിങ്ങളോട് തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ മോശയും ചോദിച്ചത്. Many times we ask this question to the Lord when you are trying to, hallelujah, accompany with somebody in your journey, but when you get to know the real character of that person, you get fed up and tired and burn out and you ask this question to the Lord. അപ്രകാരമുള്ള സാഹചര്യത്തെ ഇല്ലാത്തതിനു മേൽ ഹല്ലേലൂയ ഇറച്ചിയെ മാംസത്തെ ഉളവാക്കി അതിനെ കാടപ്പക്ഷി എന്ന് പേരിട്ട നമ്മുടെ പരിശുദ്ധനായ ദൈവം ചിലരോട് വ്യക്തമായി സംസാരിക്കുന്നു. നീ കരഞ്ഞ വിഷയത്തിനു മേൽ നീ പരാതിപ്പെട്ട വിഷയത്തിനു മേൽ ഇല്ലാത്ത മേഖലകൾ ശൂന്യതയിൽ നിന്ന് സകലതിനെയും ഉളവാക്കിയവനായ കർത്താവ് ചില പുതിയ സൃഷ്ടിത്വത്തെ പകരുന്നു അത്രേ. Hallelujah.